ചിലപ്പോൾ തോന്നും കസാഖിസ്ഥാനിൽ നിന്ന് പോയി വന്നാലോ എന്നൊക്കെ തോന്നും. കാര്യം അത്രയും ഈസിയാണ്. കാര്യം ജസ്റ്റ് ഒരു ടിക്കറ്റ് മാത്രം മതി, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് മാത്രം മതി. വേണ്ട ട്രാവൽ ഇൻഷുറൻസ് ഇല്ല, അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് ഇല്ല, ഒരു സംഭവം നമ്മൾ കാണിക്കേണ്ട. ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് കുറച്ചും കൂടെ നിങ്ങൾക്ക് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒനേ കാർഡ് എടുക്കാം. ഇത് നമ്മുടെ കൊച്ചി മെട്രോ കാർഡ് പോലെയുള്ള ഒരു കാർഡാണ്. ഇത് നമുക്ക് ബസ്സിൽ മെട്രോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിന് ഒരു ട്രിപ്പിന് ഏകദേശം 120 കസാഖിസ്ഥാനി ടാങ്കയാണ്. അതായത് നമ്മുടെ നാട്ടിലെ 22 രൂപ. നമ്മൾ എങ്ങോട്ട് ബസ്സിൽ ട്രാവൽ ചെയ്താലും 22 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഡോമെട്രി കേട്ടോ. അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സ്പോട്ടിൽ അവർ പുറത്താക്കും. പിന്നെ നമുക്കിവിടെ ലോക്കർ ഉണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ സേഫാണ്, വേറെ വലിയ മൈനസ് ഒന്നുമില്ല. സാധാരണ ഇൻഡിപെൻഡൻറ്റ് മോണമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്കിവിടെ ബസ് അവൈലബിൾ ആണ്. ബസ് നമ്പർക്ക് തോന്നുന്നത് 66 എങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ സൈഡിൽ കൊടുക്കുക എങ്ങനെയാണ്. ഈ സാധനം കണ്ടോ, ഇതൊരു ടൈപ്പ് ഓഫ് മീറ്റാണ്. ഇറച്ചി എന്തൊക്കെ ആക്കി എന്തോ ഒരു സംഭവമാണ്. ആ ഒരു ഫുൾ സെറ്റിന് ഇവിടെ 2000 മതി. 2000 ടാങ്ക് മതി. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 400 രൂപ മതി. എന്ന് വെച്ചാൽ 3 നേരം സുഖമായിട്ട് കഴിക്കാം. ഗൈസ്, ഞാനിപ്പോൾ കസാഖിസ്ഥാനിലെത്തി. അൽമാട്ടിയിലാണുള്ളത്. അപ്പോൾ വെറുതെ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഒന്ന് ഇതാക്കിയതാണ്. പ്രത്യേകിച്ച് അങ്ങനെ ആൾക്കാരൊന്നുമില്ല. ക്രൗഡ് ഉണ്ടാവണമെങ്കിൽ രാത്രി ആവണം. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വരുന്ന എക്സ്പെൻസിനെ പറ്റിയാണ്. അതായത് ടൂറ് പോകുമ്പോൾ നമുക്ക് പല രാജ്യങ്ങളിലും ഒരുപാട് കോസ്റ്റ് നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് കറക്റ്റ് കൺട്രോൾ ചെയ്ത് വെച്ചാൽ നല്ലൊരു ക്യാഷ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ 5 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ഇത് നിങ്ങൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 5000 രൂപ മതി ഇവിടെ വിസിറ്റ് ചെയ്യാൻ. ഓക്കെ, അതിനുള്ള പണി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും കാണുകയാണെങ്കിൽ ഇട്ടോ, കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നും കസാഖിസ്ഥാനിൽ നിന്ന് പോയി വന്നാലോ എന്നൊക്കെ തോന്നും. കാര്യം അത്രയും ഈസിയാണ്. കാര്യം ജസ്റ്റ് ഒരു ടിക്കറ്റ് മാത്രം മതി, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് മാത്രം മതി. വേണ്ട ട്രാവൽ ഇൻഷുറൻസ് ഇല്ല, അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് ഇല്ല, ഒരു സംഭവം നമ്മൾ കാണിക്കേണ്ട. ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാനുള്ള ക്യാഷും അതുപോലെ തന്നെ ടിക്കറ്റ് മാത്രം മതി. ഓക്കെ, പിന്നെ ഞാനീ പറയുന്നത് മിഡിൽ ക്ലാസ്സും അതുപോലെ തന്നെ ചീപ്പായിട്ട് ട്രാവൽ ചെയ്യാൻ നോക്കുന്നവർക്കും വേണ്ടിയിട്ടാട്ടോ. അല്ലാതെ ഭയങ്കര ലെവലിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവണമെന്നില്ല. അപ്പോൾ എക്സ്പെൻസിൻ്റെ കേസിൽ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ഒന്ന് കൺട്രോൾ ഉണ്ടാവണം. അപ്പോൾ അതിൽ ഒന്നാമത്തത് അക്കോമഡേഷൻ, രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷൻ, മൂന്നാമത്തത് ഫുഡ്. ഈ 3 കാര്യങ്ങൾ മാത്രം മതി. വേറെ നിങ്ങൾക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ നാട്ടിൽ ചെയ്യുകയാണെങ്കിലും പൈസ കൊടുക്കണം, ഇവിടെ ചെയ്യുകയാണെങ്കിലും പൈസ കൊടുക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതായത് ട്രാൻസ്പോർട്ടേഷനും ഫുഡും അക്കോമഡേഷനും, ഇത് 3 ഞാൻ ബ്രീഫായിട്ടും ഡീറ്റെയിൽ ആയിട്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇത് കണ്ടാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് നല്ലപോലെ യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ ട്രാവൽ ചെയ്താലോ എന്നൊക്കെ തോന്നും. ഫസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രിപ്പിന്, ഒരു ബസ് ട്രിപ്പിന്, അത് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലോട്ടായിക്കോട്ടെ, അതുപോലെ ഏതെങ്കിലും സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടായിക്കോട്ടെ, എങ്ങോട്ടാണെങ്കിലും നിങ്ങൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ബസ് ചാർജ് ഏകദേശം 150 കസാഖിസ്ഥാനി ടാങ്കാണ് വരിക. അതായത് ഏകദേശം നമ്മുടെ നാട്ടിലൊരു 30 രൂപ. ഓക്കെ, ഒരു ട്രിപ്പിന് 30 രൂപയാണ് ഏകദേശം കോസ്റ്റ് വരിക. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് കുറച്ചും കൂടെ നിങ്ങൾക്ക് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒനേ കാർഡ് എടുക്കാം. ഇത് നമ്മുടെ കൊച്ചി മെട്രോ കാർഡ് പോലെയുള്ള ഒരു കാർഡാണ്. ഇത് നമുക്ക് ബസ്സിൽ മെട്രോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിന് ഒരു ട്രിപ്പിന് ഏകദേശം 120 കസാഖിസ്ഥാനി ടാങ്കയാണ്. അതായത് നമ്മുടെ നാട്ടിലെ 22 രൂപ. നമ്മൾ എങ്ങോട്ട് ബസ്സിൽ ട്രാവൽ ചെയ്താലും 22 രൂപ കൊടുത്താൽ മതി. ഞാൻ പോയ സമയത്ത് പക്ഷേ 80 കസാഖിസ്ഥാനി ടാങ്കയായിരുന്നു. അതായത് നാട്ടിലെ 16 രൂപ മാത്രമേ അന്ന് എക്സ്പെൻസ് ഉള്ളായിരുന്നു. അക്കോമഡേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഡോമെട്രി എടുക്കുക. ഇപ്പോൾ സോളോ ട്രാവൽ ആണെങ്കിലും അതുപോലെ തന്നെ കപ്പിൾസായിട്ട് അല്ലാത്തവരൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് ഇവിടെ ഡോമെട്രി എടുക്കുന്നതായിരിക്കും. അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഉള്ള ഡോമെട്രി എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ അങ്ങനെയുള്ളൊരു ഡോമെട്രിയാണ് എടുത്തത്. ആൽമ അട്ട എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലാണ്. ഇവിടെ എനിക്ക് മൊത്തം കോസ്റ്റ് വന്നത് ഏകദേശം അറൗണ്ട് 500 രൂപയെ ഒരു ദിവസത്തേക്ക് കോസ്റ്റ് വരുന്നുള്ളൂ. ഡോമെട്രി ആണെങ്കിലും അടിപൊളി ഡോമെട്രിയാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ. പിന്നെ ഫുഡിൻ്റെ കേസ് ഞാൻ കൺട്രോൾ ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾ ഇഷ്ടംപോലെ മാക്സിമം കഴിക്കുക. പക്ഷേ എല്ലാം ഒരു വട്ടമൊക്കെ ട്രൈ ചെയ്യാവൂ. അത്രയും വലിയ ടേസ്റ്റുള്ള ഫുഡൊന്നും അല്ല ഇവിടുത്തുള്ളത്. ഞാൻ കഴിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ മാക്സിമം കഴിക്കുക. കാരണം ഫുഡിൻ്റെ കേസിൽ ഞാൻ പിന്നെ അങ്ങനെ കൺട്രോൾ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തോന്നിയ പോലെ കഴിക്കാം. ഓക്കെ, ഇതിൻ്റെ കേസ് ഹോട്ടലും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കേട്ടോ, ഞാൻ താമസിക്കുന്ന ഹോട്ടൽ സാധാരണ നമ്മളെ ആർക്കും പെട്ടെന്നൊന്നും കയറാനൊന്നും പറ്റില്ല. സോ ഇത് റൂമിനെ കാണിച്ചു തരാം എങ്ങനെയാണ്. റൂമല്ല കേട്ടോ. പിന്നെ റൂമായിട്ട് വേണമെങ്കിൽ അങ്ങനെ കിട്ടും. കപ്പിൾസായിട്ട് വരുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം. റൂമായിട്ട് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മാക്സിമം 2 പേരെ അലോഡ് ചെയ്യും. പിന്നെ ഏകദേശം 1200 രൂപ 1300 രൂപ എത്ര എങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ബാത്റൂം ഉണ്ട്, കോമൺ ബാത്റൂം കേട്ടോ. കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്.
കിച്ചണിൽ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഫ്രീ ആയിട്ട് കിട്ടും. വെള്ളം ഇവിടുന്ന് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം ഇത്ര ഒരു 60-70 രൂപയൊക്കെ വരും. പിന്നെ എന്താ പറയുക, രാത്രി എല്ലാവരും കൂടെ സിനിമയൊക്കെ കാണും. പക്ഷേ നമുക്കത് ആറാമാണല്ലോ, അതിനെക്കൊണ്ട് നമ്മൾ കാണില്ല. പിന്നെ ഇതാണ് ജെൻസിൻ്റെ ഡോമെട്രി വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എക്സ്ട്രാ വോയിസ് കൊടുക്കുന്ന കേട്ടോ. അതായത് റൂമിൽ നിന്ന് സൗണ്ട് ഇട്ടാൽ കുറച്ച് സീനുണ്ട്. അപ്പോൾ ഇതാണ് ഡോമെട്രി കേട്ടോ. അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സ്പോട്ടിൽ അവർ പുറത്താക്കും. പിന്നെ ഇതാണ് എൻ്റെ ബെഡ് സ്പേസ്. അപ്പോൾ ബർത്താണ് ഞാൻ കൂടുതലും കഴിക്കുന്ന പീനട്ട് ബട്ടറൊക്കെ കേട്ടോ. അതിപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ നമുക്കിവിടെ ലോക്കറുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ സേഫാണ്, വേറെ വലിയ മൈനസ് ഒന്നുമില്ല. സാധാരണ ഡോർമെറ്ററി എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല പേടി വരും. പക്ഷേ ഡോർമെറ്ററി തന്നെ നല്ല സേഫ്റ്റി കിട്ടുന്ന സ്ഥലമുണ്ട്. നമുക്ക് ബഡ്ജറ്റ് ട്രാവലേഴ്സ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവം കൂടാണ് ഡോർമെറ്ററി. പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല. അത് നമുക്ക് എങ്ങനെ പകൽ പുറത്തെവിടെയെങ്കിലും പോയി ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ നിസ്കരിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. നിസ്കരിക്കുകയൊക്കെ ചെയ്താൽ നല്ല റെസ്പെക്റ്റ് കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ ഞാനിവിടുന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ജസ്റ്റ് ഈ സിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. എൻ്റെ സെക്കൻഡ് ഡേ ആട്ടോ ഇവിടെ. കസാഖിസ്ഥാനിലെത്തിയിട്ട് സെക്കൻഡ് ഡേ ആണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ അത്യാവശ്യം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ബ്രീഫായിട്ട് കാണിച്ചു തരാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്ങനെയാണ്. ഫസ്റ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അസെൻഷ്യൽ കാതഡ്രൽ. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് മനാഞ്ചിറയൊക്കെ പോലത്തെ നമുക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ, അടിപൊളി ലൊക്കേഷനാണ്, സെറ്റാണ്. ഇവിടെ പിന്നെ എല്ലാം അടിപൊളിയായി തോന്നും നമുക്ക്, ആദ്യം കാണല്ലേ. ഇതിൻ്റെ ഹിസ്റ്ററി ഞാനൊന്ന് പഠിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം, ചടപ്പിക്കൂല. ആക്ച്വലി ഇതൊരു ചർച്ചയായിരുന്നു കേട്ടോ. എനിക്കിത് മനസ്സിലായത് ഞാനിവിടുന്ന് ഇറങ്ങി ഇതിൻ്റെ ഫോട്ടോ നോക്കിയ സമയത്താണ്. പിന്നെ ഞാനിവിടെ എത്തിയപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡൽഹിയിലെ ജമാ മസ്ജിദ് പോലെയുള്ള ഒരു സ്ഥലമാണ്. എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്, ചർച്ചാണ്. പിന്നെ ഇവിടെ ചെറിയ കുറച്ച് ഷോപ്പ്, നമുക്ക് ക്യാപ്പ് വാങ്ങാൻ കേട്ടോ. ഒന്ന് ക്യാപ്പ് ടൂറിസ്റ്റ് ആയതിനെ കൊണ്ട് ടൂറിസ്റ്റ് എന്ന് കണ്ട ആൾക്കാരോട് അത്ര ഒരു വിവേചനമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതാ കുതിരസവാരിയൊക്കെ ഉണ്ട്. കപ്പിള എനിക്ക് പൊളിക്കാൻ കേട്ടോ. ഈ സാധനം കണ്ടോ, ഇത് കംപ്ലീറ്റ് കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. സെറ്റാലേ, ഇങ്ങനെ നിർമ്മിതി നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കണം. എന്നിട്ട് ഉഗാണ്ടെന്ന് വരെ ആൾക്കാരെ കാണാൻ വേണ്ടി വരുത്തിക്കണം. ഇതിപ്പോൾ നമ്മൾ പാർക്ക് വിസിറ്റ് ചെയ്തു. ഇനി ഇവിടെ ഇൻഡിപെൻഡൻറ്റ് മോണമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്കിവിടെ ബസ് അവൈലബിൾ ആണ്. ബസ് നമ്പർക്ക് തോന്നുന്നത് 66 എങ്ങാനാന്ന് തോന്നുന്നു. ഞാൻ സൈഡിൽ കൊടുക്കുക എങ്ങനെയാണെന്ന്. അപ്പോൾ ബസ് കയറി അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ ലൊക്കേഷനിലെത്തിയിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേണം ആ സാധനം കണ്ടുപിടിക്കാൻ. ഇൻഡിപെൻഡൻറ്റ് മോണമെൻറ്റ് എന്തൊരു കൂർത്ത ബിൽഡിംഗ് ആണ്. ഒരു കുത്തമിനാർ പോലത്തെ ഒരു സാധനമാണ്. എവിടെയെങ്കിലും കണ്ടാൽ അങ്ങോട്ട് പോവാം. നല്ല എക്സ്പെൻസീവ് ആട്ടോ ഇവിടെ. ഫുഡൊക്കെ ഹെവി എക്സ്പെൻസീവാണ്. ഞാനിപ്പോൾ ഒരു ഇവിടെ MBBS പഠിക്കുന്ന ഒരു കുട്ടിയല്ല, ഒരു ചെക്കനെ കണ്ടിരുന്നു. അപ്പോൾ അവൻ പറയുന്നത് ഇവിടെ ഫുഡ് എക്സ്പെൻസീവാണ്, ട്രാൻസ്പോർട്ടേഷൻ നല്ല ചീപ്പാണ്, അതുപോലെ അക്കോമഡേഷൻ ഞാൻ പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് മോണമെൻറ്റ്. ഇതിപ്പോൾ സാധനം കണ്ടില്ലേ, ഇതാണ് ഇൻഡിപെൻഡൻറ്റ് മോണമെൻറ്റ്. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ അവിടെ മഞ്ഞുമാല ഉണ്ട് കേട്ടോ, ഒരുപാട് മഞ്ഞുമാല ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. ഞാൻ പോകുന്നില്ല, ഞാൻ പോകുന്നില്ല. പിന്നെ ആകെ കുറേ ആയി ഇങ്ങനെ യാത്ര ചെയ്ത്. പിന്നെ മഞ്ഞ് മാത്രം കണ്ടിട്ട് നമ്മൾ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഈ ചില ആൾക്കാരെ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് മെയിൻ ആയിട്ടുള്ള സ്ഥലം മാത്രം നോക്കി അവിടെ പോയി ജസ്റ്റ് ഫോട്ടോ എടുത്ത് പോരും. പ്രത്യേകിച്ച് ആ സ്ഥലത്തെ പറ്റി പഠിക്കാനോ അതുപോലെ നോക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അവർക്ക് ജസ്റ്റ് ആ സ്ഥലം കാണണം, അതിന് മുമ്പ് ഫോട്ടോ എടുക്കണം. ഇപ്പോൾ താജ്മഹലാണെങ്കിൽ ജസ്റ്റ് താജ്മഹലിൽ പോവുക, അവിടുന്ന് ഫോട്ടോ എടുക്കുക, പെട്ടെന്ന് തിരിച്ചു പോരുക. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. സോ നിങ്ങൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ടൂർ പാക്കേജ് അൽമാട്ടിയിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല, കസാഖിസ്ഥാനിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടുത്തെ സിറ്റി ബസ് മാത്രം യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പരിപാടി നടക്കും. നമ്മളിപ്പോൾ നമ്മുടെ കോഴിക്കോട് നിന്ന് മനാഞ്ചിറയൊക്കെ പോകില്ലേ, മനാഞ്ചിറ SM സ്ട്രീറ്റ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകില്ലേ, അതുപോലെ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കിക്കേണ്ടത്, അതാകുമ്പോൾ കുറച്ചൊന്ന് പതറിപ്പോയി. പിന്നെ
പറഞ്ഞു വന്നത് നമ്മൾ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ SM സ്ട്രീറ്റ്, ഗോകുലമാൾ, അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ കൊച്ചിയിൽ വരികയാണെങ്കിൽ ലുലു മാൾ, മറൈൻ ഡ്രൈവ്, അതുപോലെ തന്നെ ഒട്ടുമിക്ക നമുക്ക് പറ്റിയ ഫോർട്ട് കൊച്ചി, ഇങ്ങനെ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് ബസ്സിൽ പോകാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ പോകുന്ന സമയത്തും അതുപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റും എക്സ്പെൻസ് മൊത്തം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്കൊരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 6-7 സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ അത്രയും കവർ ചെയ്യാൻ തോന്നുന്നില്ല. എന്തായാലും നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റും പോലെയാണ് കവർ ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്തോ ആണ്, നമുക്ക് കവറിൽ ഫോട്ടോ എടുത്താൽ മതി. ഇനി അടുത്തത് സെൻട്രൽ മോസ്കിലേക്കാട്ടോ പോകുന്നത്. ഇവിടെ കസാക്കിസ്ഥാനിലെ അൽമാട്ടി സെൻട്രൽ മോസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള ബസ്സിന് പോകാം കേട്ടോ. ഞാൻ എന്തായാലും വൈകുന്നേരം അവിടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോമ്പുറക്കാൻ ഫുഡ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ. ഒരു വട്ടം കഴിച്ചതേക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ അമ്മോ എന്തോരം പൈസ ആയി എന്നറിയോ. കേസ് അപ്പോൾ സെൻട്രൽ മോസ്കിൻ്റെ അടുത്തേക്ക് ബസ് കയറിട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 800 മീറ്റർ നടക്കാനുണ്ട്. ഇത് കുറച്ച് ബസ് കയറി കുറച്ച് മാറിപ്പോയി. അല്ല, മറ്റേ ബസ് വന്നില്ല, അതിനെക്കൊണ്ട് തൽക്കാലമുള്ളവർ കയറി. എൻ്റെ അമ്മ ഇനി ബസ്സിൽ സ്കോഡ് വരും കേട്ടോ. പിന്നെ ഇത് ഡൽഹിയിലത്തെ പോലെ തന്നെ നമ്മൾ നാട്ടിലെ പോലെ കണ്ടക്ടർമാർ ഇങ്ങനെ നമ്മളെടുത്ത് വന്ന് ടിക്കറ്റ് എടുത്തോ എന്നിങ്ങനെ ചോദിക്കുകയൊന്നുമില്ല. നമ്മൾ ഒന്നെങ്കിൽ സ്കാൻ ഉണ്ടെങ്കിൽ കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് കയറുക, അല്ലെങ്കിൽ നേരെ ഇയാൾക്ക് കൊണ്ടുപോയി ടിക്കറ്റ് കൊടുക്കുക, ക്യാഷ് കൊടുക്കുക. ഡ്രൈവർക്കാട്ടോ ക്യാഷ് കൊടുക്കേണ്ടത്, അല്ലാതെ അതിൽ കണ്ടക്ടറോ കളിയോ ഒന്നുമില്ല. ബൗദ്ധപ്പെടാ പള്ളി കേട്ടോ, കുറേ വൈപ്പുണ്ട്. താജ്മഹാലിൻ്റെ അത്ര ഉണ്ടാവൂല, താജ്മഹൽ പോലെ ഉണ്ടാക്കിയാണ്ട് വലുത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇംഗ്ലീഷ് ഇല്ല, വേറെ ഏതോ ഭാഷ. എൻ്റെ കുഞ്ഞോ, എങ്ങനെ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചു പോകും? ആര് ജീവിക്കാൻ പറയുന്നതല്ലേ. പള്ളിക്കുള്ള ഏറ്റവും വലിയൊരു മൈനസ് എന്താ പറയുക, ഇവിടെ ഈ പള്ളി എന്ന് പറയുന്നത് നിസ്കരിക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, ഉദു എടുക്കാൻ പറ്റൂല. ഉദു എടുക്കണമെങ്കിൽ നമ്മൾ അക്കരെ പോകണം, അപ്പുറത്തെ പള്ളിയിൽ പോകണം. അപ്പുറത്തെ പള്ളിയല്ല, അപ്പുറത്ത് വേറെ എന്തോ ഒരു സംഭവമുണ്ട്. അവിടെ പോയിട്ട് ഉദു എടുത്തതിന് ശേഷം ആ നല്ല കാലിന്മേൽ ഷോക്സ് ഇട്ടിട്ട് ഷൂ ഇട്ടിട്ട് അങ്ങോട്ട് കയറണം. പള്ളിൻ്റെ അകത്ത് കയറണം, മാറ്റണം. മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. കേസപ്പോൾ ഉദു എടുത്തു. പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്, ഇന്നിവിടെ നോമ്പുറുണ്ട്. അപ്പം അന്ന് ഇങ്ങോട്ട് വരാം. പിന്നെ ഇവിടെ ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന ഒരു ഫുഡും അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. 2 സ്ഥലമുണ്ട്. ഒന്ന് ഗ്രീൻ ബസാറും അതുപോലെ തന്നെ പിന്നെ ഒന്ന് അർബാത്ത് സ്ട്രീറ്റും ആണെന്ന് തോന്നുന്നു. ഇവിടെ ആണെങ്കിൽ നോർമൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ SM സ്ട്രീറ്റ് അതുപോലെ ജമാ മസ്ജിദ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോർമൽ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം പൈസ കിട്ടും. എനിക്ക് ഏകദേശം അറൗണ്ട് ഒരു 600 രൂപയുടെ മുകളിൽ പോയിട്ടുണ്ട് ഒരു ദിവസം ഫുഡ് കഴിച്ചപ്പോൾ. അപ്പോൾ ഒരു നേരം ഫുഡ് കഴിച്ചപ്പോൾ കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫുഡ് കഴിച്ചപ്പോൾ അത്രയും പൈസ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള സ്ട്രീറ്റിലൊക്കെ വന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറയുന്നതാണ്. നമുക്ക് എന്തായാലും സ്ട്രീറ്റൊക്കെ നമുക്ക് കാണാം. ഇത് ഞാൻ കുറച്ച് എക്സ്ട്രാ വോയിസ് കൊടുക്കുക കേട്ടോ. അവിടെ ആൾക്കാർ കൂടിയ സമയത്ത് എനിക്ക് ലൗഡായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ നോർമൽ നമ്മുടെ SM-ലൊക്കെ ഉള്ള പോലെ ഡ്രസ്സ് കിട്ടും, അതുപോലെ ഫ്രൂട്ട്സ് കിട്ടും. ഞാനിപ്പോൾ മെയിനായിട്ട് ഫുഡിനാണ് വന്ന്. ഫ്രൂട്ട്സൊക്കെ ചെറിയ പൈസയുള്ളൂ കേട്ടോ. ഇവിടെ ആപ്പിളിനൊക്കെ ഏകദേശം 200-250 ടാങ്കൊക്കെ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 150 രൂപയ്ക്ക് കൊടുക്കുന്ന ആപ്പിളിന് ഇവിടെ ഏകദേശം നാട്ടിലെ 30-35 രൂപയൊക്കെ മതി. പിന്നെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങാം. നമുക്ക് കുക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും അങ്ങനെയും ചിന്തിക്കാം. പക്ഷേ ഞാൻ എടുക്കുന്നില്ല. പിന്നെ റോബസ്റ്റ് പഴമുണ്ട്, അതുപോലെ കിവി ഉണ്ട്. കിവിക്ക് നല്ല വില ഉണ്ട് കേട്ടോ. ഏകദേശം നാട്ടിലെ 200 രൂപയാണ് ഒരു ബോക്സിന് വരുന്നത്. 4 എണ്ണാന്ന് തോന്നുന്നു കിട്ടുക. ഫ്രൂട്ട്സിന് എന്താ നല്ല വില കുറവുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു ഉണക്ക ബ്രെഡ് വാങ്ങിയിട്ട് അതിന് ഏകദേശം 750 ടാങ്ക് ആക്കി. നാട്ടിൽ ഏകദേശം 160 രൂപയാക്കി. ഉണക്കാന്ന് വെച്ചാൽ വെറും ഉണക്ക. നാട്ടിൽ 30 രൂപയുള്ളൂ ഇനി. പക്ഷേ ഇവിടെ ഫ്രൂട്ട്സിന് അത്യാവശ്യം നല്ല റേറ്റിൽ മാറ്റി. ഇതിനകത്തോട്ട് കയറിയപ്പോൾ കറക്റ്റ് എനിക്കൊരു SM സ്ട്രീറ്റിൽ പോയ ഫീലാട്ടോ കിട്ടിയത്. കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോണിക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ ടെക്സ്റ്റൈൽ ഐറ്റംസ് എന്ത് വേണമെങ്കിലും ഈ ഒരു മാർക്കറ്റിൽ വന്നാൽ വാങ്ങാൻ പറ്റും. പിന്നെ ഇത് ഗ്രീൻ ബസാറിൻ്റെ ബിൽഡിംഗ് ആട്ടോ. ഇതിനകത്ത് ചിലപ്പോൾ നല്ല വില ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് എന്തായാലും തിരിച്ചു വരാം. ഇപ്പം എന്തായാലും നമ്മൾ പുറത്തുകൂടെ കുറച്ചുകൂടെ ഒന്ന് കറങ്ങുക. പിന്നെ ഇവിടെ ഞാനൊരു ഷൂ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ ഇവിടെ ക്ലൈമറ്റ് അത്രത്തോളം ഹാർഡല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ വാങ്ങുന്നില്ല. നല്ല ഹാർഡാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഷൂ വാങ്ങുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇതിനകത്ത് നല്ല വിലയുണ്ട് കേട്ടോ ഓരോന്നിനും. അതായത് നമ്മൾ പുറത്ത് ഏകദേശം 30 രൂപ 40 രൂപക്ക് കണ്ട ആപ്പിളിന് ഇവിടെ എത്തുമ്പോൾ ഏകദേശം
100-110 രൂപയൊക്കെ ആവുന്നുണ്ട്. എന്നാലും നാട്ടിലേക്കാളും കുറവാണ്. നല്ല ക്വാളിറ്റി ആപ്പിൾ കിട്ടും കേട്ടോ ഇവിടെ. അതുപോലെ ഓറഞ്ച്, ഇതെല്ലാം ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും. പക്ഷേ 3 മടങ്ങ് പ്രൈസ് ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന നോമ്പുള്ള സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ പർച്ചേസ് ചെയ്താൽ സീനാണ്. എനിക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. ഞാനിനി എന്തായാലും 3 കൺട്രീസും കൂടെ വിസിറ്റ് ചെയ്തിട്ടേ വീട്ടിൽ പോകുന്നുള്ളൂ. ലാസ്റ്റ് കൺട്രി ഇതായാൽ മതിയെന്ന് വരെ തോന്നിപ്പോയി. അത്രയും നല്ല അടിപൊളി സാധനങ്ങൾ കണ്ടിട്ട് വാങ്ങിക്കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. നമ്മുടെ നാടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്രൈസ് കുറവാണ്. സ്ട്രോബെറി കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ ഇവിടെ. അതിനേക്കാളും എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത് കിവിയാണ്. നമ്മുടെ നാട്ടിലെ സിസ്റ്റം തന്നെയാണ് ഇവിടെയും. റെൻറ്റ് കൊടുക്കണ്ടെങ്കിൽ, റെൻറ്റ് കൊടുക്കാത്ത ഷോപ്പാണെങ്കിൽ എനിക്ക് തോന്നുന്ന റേറ്റ് കുറച്ചുകൂടെ കുറയും. അല്ലെങ്കിൽ റെൻറ്റ് കുറവുള്ള ഷോപ്പാണെങ്കിലും ആ ഷോപ്പിൽ പ്രൊഡക്ഷന് പ്രൈസ് കുറയും. ഫുഡ് ഐറ്റംസ് പ്രൈസ് കുറവുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നോമ്പ് കൊടുക്കാൻ നേരം ഒന്നും കൂടെ കാണിച്ചു തരാം. എന്തായാലും കഴിക്കാൻ പറ്റൂലല്ലോ. ഇത് കണ്ടോ, ഇത് നോർമൽ ഫുഡാണ്. ഇവിടെ കഴിക്കട്ടെ, എന്നിട്ട് നമ്മൾ വാങ്ങാം. പക്ഷേ ഈ സാധനം കണ്ടോ, ഇതൊരു ടൈപ്പ് ഓഫ് മീറ്റാണ്. എനിക്കിതിൻ്റെ പേരെന്ന് അറിഞ്ഞൂടെ കറക്റ്റ്. പക്ഷേ അതിന് ഇവിടെ 2000 മതി. ആ ഒരു ഫുള്ള് സൈസില്ലേ, ഇറച്ചി എന്തൊക്കെ ആക്കി എന്തോ ഒരു സംഭവമാണ്. ആ ഒരു ഫുൾ സെറ്റിന് ഇവിടെ 2000 മതി. 2000 ടാങ്ക് മതി. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 400 രൂപ മതി. എന്ന് വെച്ചാൽ 3 നേരം സുഖമായിട്ട് കഴിക്കാം. ഗൈസ്, അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 4:45. ഞാനിപ്പോൾ തിരിച്ചു വന്നു. ഏകദേശം 4.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 4 സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിട്ടോ ഇവിടെ. എന്നിട്ട് ചിലവ് ഇത്ര അല്ലേ. ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. സോ ഫുഡ് എക്സ്പെൻസ് ഇല്ല. പിന്നെ ബസ് ടിക്കറ്റ് ഞാൻ 3 വട്ടം ബസ് എടുത്തു. എന്ന് വെച്ചാൽ ഇവിടുന്ന് പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാട്ടോ. 3 വട്ടം ബസ് എടുത്തപ്പോൾ എനിക്ക് ഏകദേശം കോസ്റ്റ് വന്നത് 240 കസാക്കിസ്ഥാനി ടാങ്കാണ് വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം അറൗണ്ട് 46-50 രൂപ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുള്ളൂ. ഓക്കെ, 50 രൂപക്ക് 4 സ്ഥലങ്ങൾ ഞാൻ കണ്ട് തിരിച്ചു വന്നു. കുറച്ച് നടക്കുന്നുണ്ട്, പക്ഷേ 50 രൂപ എനിക്കായിട്ടുള്ളൂ. ഇത് ഞാനിപ്പോൾ ഒരു ഗൈഡിന് എടുക്കുകയാണെങ്കിൽ എന്തോരം പൈസ ആവുമെന്നറിയോ. ഓക്കെ, പക്ഷേ അത് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് സേഫ് ആവണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അത് ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ ഇത് നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു പബ്ലിക് ചിൽഡ്രൻസ് പാർക്കാട്ടോ. ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്ന് കുറേ നേരം വീട്ടിലേക്ക് വിളിച്ചു. റൂമിലിരുന്ന് അങ്ങനെ അങ്ങോട്ട് അത്ര ഒരു ഇത് കിട്ടില്ല. എന്താ പറയുക, ബാക്കിയുള്ളവർക്ക് ശല്യമാവില്ലേ ചെറുതായിട്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുഡിനെ പറ്റിയായിരിക്കും കേട്ടോ. കാര്യം ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നേരം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് 600 രൂപയുടെ ഇന്ത്യൻ രൂപയുടെ അടുത്ത് കോസ്റ്റ് വന്നു. നമ്മുടെ നാട്ടിൽ ഏകദേശം ഇവിടുത്തെ 3500 ടാങ്കാണ് ഒരു നേരം ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് കോസ്റ്റ് വന്നത്. പിന്നെ നമ്മൾ വെള്ളം വാങ്ങിയപ്പോൾ, ബ്രെഡ് വാങ്ങിയപ്പോൾ ഇതിനൊക്കെ ഭയങ്കര വില ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ കേസ് നമ്മൾ അങ്ങനെ കമ്പാരിസൺ ചെയ്യരുത്, മാക്സിമം നിങ്ങൾ ഫുഡ് കഴിക്കുക. ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ എത്ര പൈസ കൊടുത്ത് ഫുഡ് കഴിച്ചാലും അതിന് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കുറേ പൈസ കൊടുത്തിട്ട് എന്തോ ഒരു ഫുഡ് കഴിച്ചൊരു കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം നോക്കുന്നത് സോളോ ട്രാവൽ ചെയ്യുന്നത്, മാക്സിമം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വീഡിയോ കാണുന്നതിലൂടെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ട്രാൻസ്പോർട്ടേഷനും ഫുഡും അക്കോമഡേഷനും എല്ലാം കൂടെ നോക്കും.